പെട്ടെന്നൊരു പായസമൊക്കെ കുടിക്കാൻ തോന്നിയാൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ് പരിപ്പ് പായസം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ കുക്കിംഗ് അറിയാത്തവർക്ക് വരെ ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള പരിപ്പെടുത്ത് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂടാകുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും. അധിക സമയമൊന്നും വേണ്ട. കണ്ട ചില പരിപ്പുകളിലൊക്കെ നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ശർക്കര എടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശർക്കര എടുക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര എടുക്കാൻ നോക്കുക. കളറ് കുറവാണെങ്കിൽ ശർക്കര പായസത്തിനും അതിൻ്റെ ഒരു കുറവ് കാണിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കളറുള്ള ശർക്കരയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് തിളച്ച് ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഇതിനി നേരെ കുക്കറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിന് കുക്കറിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഏത് പാത്രത്തിലാണോ പായസം തയ്യാറാക്കുന്നത് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് പരിപ്പ് നല്ല വെള്ളത്തോട് കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നല്ല വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെയാണ് നമുക്ക് കുക്കായി കിട്ടിയിട്ടുള്ളത്. അതിനി ഈ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1-ാം പാൽ നല്ല തിക്കായിട്ടൊന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ 2-ാം പാലെടുത്ത് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കട്ടകളെല്ലാം ഉടഞ്ഞു വന്നോളും. അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് തണുക്കുന്ന സമയത്ത് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം തന്നെ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ഈ ഒരു തേങ്ങാപ്പാലിൽ. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടിത് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരം തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടോ നല്ല കട്ടകളെല്ലാം മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ഏലക്കയും ചെറിയ ജീരകവും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചുക്ക് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2ഉം കൂടി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും കൂടി നെയ്യിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം നല്ല ബ്രൗൺ കളറാകുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ, കറുത്ത എള്ളുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ പായസം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വറുത്ത് എടുത്തത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.